കോഴി സമരം ചൂടേറുമ്പോൾ അടുക്കളകളും സൽക്കാരങ്ങളും ഹോട്ടലുകളുമെല്ലാം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റുകൾ നടപ്പാക്കിയ അമിത വിലവർധനയ്ക്കെതിരെ മലപ്പുറം ജില്ലയിലെ ഇറച്ചിക്കോഴി വിൽപ്പന വ്യാപാരികൾ തുടങ്ങിയ അനിശ്ചിതകാല സമരം ഭക്ഷ്യനിർമ്മാണ വിതരണ മേഖലയെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന 12ഓളം പ്ലാന്റുകൾ കോഴിമാലിന്യം സംസ്കരിക്കുന്നതിന് കിലോയ്ക്ക് 5 രൂപയിൽ നിന്ന് 7 രൂപയായി വർദ്ധിപ്പിച്ചതാണ് വ്യാപാരികളെ പ്രകോപിപ്പിച്ചത്. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ആരംഭിച്ച കടയടപ്പ് സമരത്തിൽ ജില്ലയിലെ 5500-ൽ പരം ഇറച്ചിക്കോഴി വ്യാപാരികൾ അണിനിരക്കുന്നുണ്ടെന്നാണ് സമിതി അവകാശപ്പെടുന്നത്. സമരം ഹോട്ടലുകൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, ബേക്കറികൾ തുടങ്ങിയ മേഖലകളെയാണ് കാര്യമായി ബാധിക്കുന്നത്. കോഴിയിറച്ചി ലഭ്യത കുറഞ്ഞതോടെ ഈ സ്ഥാപനങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് നേരിടുന്നത്. സമരവുമായി സഹകരിക്കാത്ത സ്ഥാപനങ്ങൾ പലയിടത്തും സമരക്കാർ അടപ്പിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. സമരം ബുധനാഴ്ച മുതൽ കൂടുതൽ ശക്തമാക്കുമെന്ന് സംയുക്ത സമര നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇത് ജില്ലയിലെ ഭക്ഷ്യവിപണിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന ആശങ്കയും ഉയർന്നു കഴിഞ്ഞു. കോഴിമാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ പ്ലാന്റുകൾ ഈടാക്കുന്ന ഭീമമായ തുക ചെറുകിട വ്യാപാരികളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നുവെന്നതാണ് സമരക്കാരുടെ പ്രധാന വാദം. എന്നാൽ ഈ വിഷയത്തിൽ ഇതുവരെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഇറച്ചിക്കോഴി വ്യാപാരികളുടെ സമരം എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് വിവിധ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. പ്രശ്നം എത്രയും വേഗം പരിഹരിച്ചില്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ പൊതുജനങ്ങൾക്ക് കോഴിയിറച്ചി കിട്ടാക്കനിയാവുകയും വില കുതിച്ചുയരുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ടാകും. അധികൃതമായിട്ടുള്ള ഈ റെൻഡറിംഗ് പ്ലാന്റുകളുടെ യൂസർ ഫീ വർധനവിനെതിരെ ചിക്കൻ വ്യാപാരികൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഇന്ന് 2ാം ദിവസമാണ് നമ്മുടെ സമരവുമായി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ ഉദ്യോഗസ്ഥ തലത്തിൽ അറിയിച്ചിട്ടുള്ളത് ഇപ്പം നിലവിൽ നമ്മളെ കടകളിലൊക്കെ സ്റ്റോക്കായിട്ടുള്ള 6-7 ദിവസങ്ങൾ ഇവർ ഈ രീതിയിൽ ടിപ്പിംഗ് ഫീ വർദ്ധിപ്പിച്ചിട്ടുള്ള ഫീയില് വേസ്റ്റ് കളക്ട് ചെയ്യുള്ളൂ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് 7 ദിവസത്തിന് മുകളിൽ കടകളിലൊക്കെ വേസ്റ്റ് കെട്ടിക്കിടക്കുക. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നിലവിൽ നമ്മുടെ കടകളിലുള്ള ഈ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള യാതൊരുവിധ സംവിധാനവും ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കലക്ട്രേറ്റിലും ശുചിത്വ മിഷനിലും ഈ കലക്ടർ അധ്യക്ഷരായിട്ടുള്ള DLFMC കമ്മിറ്റിയൊക്കെ നിരന്തരം നമ്മൾ ബന്ധപ്പെട്ടിട്ടും യാതൊരുവിധ പരിഹാരവും കാണാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ഈ ചാനൽ. KSFE നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ. 1 വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് 8.5% പലിശ. ചിട്ടിപ്പണം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ 9% വരെ ഉയർന്ന പലിശ. മുതിർന്ന പൗരന്മാർക്കുള്ള വന്ദന നിക്ഷേപ പദ്ധതിക്ക് 8.75% പലിശ. 56 വയസ്സ് തികഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം. നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരണ്ടി. ഉടനാകട്ടെ ഇനി തന്നെ അടുത്തുള്ള KSFE ശാഖ സന്ദർശിക്കും.